തിരുവനന്തപുരം കഴക്കൂട്ടം ബൈപ്പാസിൽ പുലർച്ചെ വാഹനമിടിച്ച് അവശനിലയിലായ കാട്ടുപന്നിയെ ഒടുവിൽ വെടിവെച്ച് കൊന്നു. വനംവകുപ്പ് ജീവനക്കാർ ഉച്ചയോടെ പന്നിയെ പൗണ്ടുകടവിലെ ആളൊഴിഞ്ഞ പ്രദേശത്തെത്തിച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കാട്ടുപന്നിയെ വനംവകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്ന ആക്ഷേപം നാട്ടുകാർ ഉയർത്തിയിരുന്നു. വിവരങ്ങളുമായി ആഷിഖാണ് നമുക്കൊപ്പം ചേരുന്നത്. ആഷിഖ്, എന്താണ് സംഭവം? സ്വാതി, ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഈ ഒരു കാട്ടുപന്നിയെ ഇത്തരത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. അതും ദേശീയപാതയ്ക്ക് സമീപമായിട്ടാണ് ഈ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. വാഹനം ഇടിച്ചത് തന്നെയാണെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ദേശീയപാത ആക്കുളത്തിന് സമീപം കുഴിവിളയിലാണ് ഇന്ന് രാവിലെയോടുകൂടി നാട്ടുകാർ കണ്ടത്. തുടർന്ന് ഇവർ പോലീസ് സംഭവസ്ഥലത്തെത്തി. പക്ഷേ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച സമയത്ത് അവർ എത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർ മറ്റൊരു ജോലിയിൽ തിരക്കാണ് എന്ന് അറിയിച്ചുകൊണ്ട് എത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയിച്ചത്. തുടർന്ന് വലിയ രീതിയിൽ ഉച്ചവരെ ഈ പന്നി ഇത്തരത്തിൽ പരിക്കേറ്റ് അവിടെ കിടന്നു. തുടർന്ന് ഈ പന്നിയെ യഥാർത്ഥത്തിൽ പോലീസുകാർക്ക് എന്തെങ്കിലും നടപടിക്രമങ്ങൾ ചെയ്യാൻ കഴിയില്ല. തുടർന്ന് നഗരസഭ തന്നെ നേരിട്ടെത്തി ഈ നഗരസഭയുടെ ഔദ്യോഗിക ഷൂട്ടറെ കൊണ്ട് വെടിവെച്ച് കൊല്ലാൻ തീരുമാനമെടുത്തു. പിന്നീടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇത്തരത്തിൽ ആ പന്നി അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഏകദേശം 6-7 മണിക്കൂറോളം വൈകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയും നേരം ആ പന്നി അവിടെ കിടന്ന് യഥാർത്ഥത്തിൽ ആ ജീവന് വേണ്ടി ഇങ്ങനെ ക്ഷേപിക്കുന്നത് കാണാമായിരുന്നു. ചില ആളുകൾ പോയി വെള്ളമെല്ലാം ഈ പന്നിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു റോഡരികിൽ ഇങ്ങനെ പന്നി മണിക്കൂറുകളോടെ കിടന്നു എന്നുള്ളതാണ്. ആ റോഡ് സൈഡിൽ നിന്ന് ഈ പന്നിയെ കൊല്ലാൻ പോലീസ് സമ്മതിച്ചില്ല. കാരണം രാഹുൽ ഗാന്ധി അടക്കം കടന്നു പോകുന്ന റോഡാണ്. അതിനാൽ തന്നെ അവിടെ വെടിവെപ്പോ മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പോലീസ് നിർദ്ദേശം നൽകി. തുടർന്നാണ് ഉച്ചയോടുകൂടി പൗണ്ട് കടവിൽ ആളൊഴിഞ്ഞ പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി അതിനെ വെടിവെച്ച് കൊന്ന് ഇത്തരത്തിൽ സംസ്കരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വനംവകുപ്പിന്റെ അനാസ്ഥ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വെള്ളനാട് ശശിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വരാൻ പറഞ്ഞ സമയത്ത് സമാനമായ രീതിയിൽ തന്നെ അവർ വരാത്തൊരു സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെ വലിയ രീതിയിൽ വനംവകുപ്പുമായി ബന്ധപ്പെട്ട അനാസ്ഥകൾ തുടരെ വാർത്തയാവുന്ന സംഭവമാണുള്ളത്. സ്വാതി. ശരി ആഷിഖ്.